ഈ സംഭവത്തിന് തന്നെ ഇതിന്റെ തലപ്പാവും ഇതിന്റെ ഊശാന്താടിയും എല്ലാം കൂടെ കാണുമ്പോഴേ നമുക്ക് ഭയം വരും, പേടി വരും. ഖലീൽ ബുഖാരി തങ്ങളെ കണ്ട് പേടിച്ച അമ്മച്ചിയുടെ മുഖം കണ്ടാൽ സത്യത്തിൽ ഓക്കാനം വരും. അല്ല, ശരിക്കും ഇനി അമ്മച്ചിക്ക് പേടിക്കണമെന്നുണ്ടെങ്കിൽ ഒരു കണ്ണാടിയുടെ മുമ്പിൽ പോയിരുന്ന് സ്വയം ഒന്ന് കണ്ടാൽ മതി. അപ്പോൾ ഇതിനേക്കാളും പേടി തോന്നും. വയസ്സാങ്കാലത്ത് വേറെ പണിയൊന്നുമില്ലേ കള്ളക്കിളവി നിങ്ങൾക്ക്? നമ്മുടെ കേരളം മനോഹരമാണോ? അതെ എന്നാണോ മറുപടി? എന്നാൽ കേരളം ഇന്ന് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ ഭീഷണി പുറത്തു നിന്നുള്ള ശത്രുതകളല്ല, മറിച്ച് നമ്മുടെ ഉള്ളിൽ തന്നെ വളരുന്ന വർഗീയതയുടെയും വിദ്വേഷത്തിന്റെയും വിത്തുകളാണ്. ഈ വീഡിയോയിൽ നമ്മൾ കണ്ടത് ഒരു മനുഷ്യന്റെ രൂപത്തെയും വേഷത്തെയും പരിഹസിക്കുന്ന ഒരു അമ്മച്ചിയെ. ആരെയാണ് പരിഹസിച്ചത് എന്നറിഞ്ഞു? സമാധാനത്തിന് ആഹ്വാനം ചെയ്ത ഒരു ആത്മീയ പണ്ഡിതനെ അധിക്ഷേപിക്കുന്ന ദാരുണമായ കാഴ്ചയാണിത്. സയ്യിദ് ഇബ്രാഹിം ഖലീൽ ബുഖാരി തങ്ങളെപ്പോലുള്ള ഒരു വ്യക്തിത്വത്തെ അദ്ദേഹത്തിൻ്റെ വേഷത്തിൻ്റെ പേരിൽ മാത്രം പേടിയാകുന്നു എന്ന് പറയുന്ന മാനസികാവസ്ഥ എത്രത്തോളം അപകടകരമാണെന്ന് നാം ചിന്തിച്ചിട്ടുണ്ടോ? ഒരു മനുഷ്യൻ എന്ത് വസ്ത്രം ധരിക്കണം, എന്ത് വിശ്വസിക്കണം എന്നത് അയാളുടെ അവകാശമാണ്. താടിയും തൊപ്പിയും കാണുമ്പോൾ ഭയം തോന്നുന്നു എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ആ വ്യക്തിയുടെ ഉള്ളിലെ വർഗീയ വിഷത്തിൻ്റെ ലക്ഷണമാണ്. അത് ഈ അമ്മച്ചിയുടെ മുഖത്ത് പ്രകടമായി തന്നെ കാണാനുമുണ്ട്. ഒരു പണ്ഡിതനെ അദ്ദേഹത്തിൻ്റെ ശാരീരിക പ്രത്യേകതകളുടെ പേരിൽ പരിഹസിക്കുന്നത് സാംസ്കാരിക കേരളത്തിന് അപമാനമാണ്. വിദ്വേഷം കണ്ണുകളെ ഇരുട്ടിലാക്കുമ്പോഴാണ് നമുക്ക് മനുഷ്യനെ മനുഷ്യനായി കാണാൻ കഴിയാതെ പോകുന്നത്. മാറാട് കലാപം പോലുള്ള ദാരുണമായ ഓർമ്മകൾ വീണ്ടും ചർച്ചയാക്കി സമൂഹത്തിൽ വിള്ളലുണ്ടാക്കരുത് എന്ന് ഖലീൽ ബുഖാരി തങ്ങൾ പറഞ്ഞത് സമാധാനം കാംക്ഷിക്കുന്ന ഓരോ മലയാളിയുടെയും ശബ്ദമാണ്. 20 വർഷം മുമ്പ് കഴിഞ്ഞുപോയ മുറിവുകൾ വീണ്ടും കുത്തി തുറന്ന് മറ്റൊരു കലാപത്തിന് വഴി തുറക്കുന്നത് ആരാണ്? സമാധാനമായി ജീവിക്കുന്ന ജനങ്ങൾക്കിടയിൽ പഴയ പകയുടെ കഥകൾ പറഞ്ഞ് വീണ്ടും വിദ്വേഷം വളർത്തുന്നത് നാടിനോടുള്ള വഞ്ചനയാണ്. ഇതൊന്നും ഈ അമ്മച്ചിക്ക് പറഞ്ഞാൽ മനസ്സിലാകില്ല. കാരണം തലയിൽ തലച്ചോറ് വേണ്ടേ? സയ്യിദ് ഖലീൽ ബുഖാരി തങ്ങൾ അദ്ദേഹത്തെ ആക്ഷേപിക്കുന്നവർ ഒരു കാര്യം മനസ്സിലാക്കണം. അദ്ദേഹം ലോകത്തെ സ്വാധീനിച്ച 500 മുസ്ലിം പ്രതിഭകളിൽ ഒരാളാണ്. മഅദിൻ അക്കാദമിയിലൂടെ കാഴ്ചയില്ലാത്തവർക്കും കേൾവിയില്ലാത്തവർക്കും ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്നവർക്കും അദ്ദേഹം തണലേകുന്നു. ഷിരൂരിൽ മരിച്ച അർജുന്റെ കുടുംബത്തെ സന്ദർശിച്ച് ആ കുഞ്ഞിനെ ചേർത്ത് പിടിച്ച വാത്സല്യം നാം കണ്ടതാണ്. ജാതിക്കും മതത്തിനും അപ്പുറം മനുഷ്യനെ സ്നേഹിക്കുന്ന ഇത്തരം വ്യക്തിത്വങ്ങളെയാണ് നാം മാതൃകയാക്കേണ്ടത്. സമൂഹത്തിൽ ഭിന്നതയുണ്ടാക്കാൻ ശ്രമിക്കുന്ന ചാണക ചിന്താഗതിക്കാർക്കും വർഗീയവാദികൾക്കും നൽകുവാനുള്ള താക്കീത് ഇതാണ്. നിങ്ങളുടെ വിദ്വേഷ പ്രചാരണങ്ങൾ കൊണ്ട് കേരളത്തിൻ്റെ ഐക്യത്തെ തകർക്കാമെന്ന് കരുതേണ്ട. ആശയപരമായി നേരിടാൻ കഴിയാതെ വരുമ്പോൾ വ്യക്തിഹത്യ നടത്തുന്നത് ഭീരുത്വമാണ്. തൊപ്പിയും താടിയും കണ്ട് ഭയക്കുന്നവർ യഥാർത്ഥത്തിൽ ഭയപ്പെടേണ്ടത് സ്വന്തം ഉള്ളിലെ വിദ്വേഷത്തെയാണ്. നിയമം നോക്കുകുത്തിയാകുന്ന കാലം മാറുമെന്നും മതസൗഹാർദ്ദം തകർക്കുന്നവർക്ക് കാലം മറുപടി നൽകുമെന്നും ഓർത്തു വച്ചിരിക്കുക നിങ്ങൾ എപ്പോഴും. നമുക്ക് വേണ്ടത് മനുഷ്യർക്കൊപ്പം നിൽക്കുന്ന ഒരു സമൂഹത്തെയാണ്. മതത്തിൻ്റെയോ ജാതിയുടെയോ പേരിൽ മനുഷ്യരെ വേർതിരിക്കുന്ന ചിന്താഗതികളെ നാം മുളയിലെ നുള്ളണം. വർഗീയ വിഷം തുപ്പുന്ന സോഷ്യൽ മീഡിയ പോസ്റ്റുകളെയും വീഡിയോകളെയും അവഗണിക്കുക മാത്രമല്ല, അവയ്ക്കെതിരെ സമാധാനപരമായ രീതിയിൽ പ്രതിഷേധിക്കുകയും വേണം. നന്മയുള്ള മനസ്സുകൾ ഒന്നിച്ചു നിന്നാൽ ഒരു വർഗീയ കാറ്റിനും നമ്മുടെ ഐക്യത്തെ ഉലയ്ക്കാനാവില്ല. മനുഷ്യത്വം മരിച്ചിട്ടില്ലാത്ത ഒരു ലോകത്തിനായി നമുക്ക് ഒന്നിച്ചു നിൽക്കാം. വർഗീയത പറയുന്നവർക്ക് സ്നേഹം കൊണ്ട് മറുപടി നൽകാം. ഒപ്പം അവരോട് പറയുക, നിങ്ങളുടെ വിദ്വേഷത്തിന് ഇവിടെ സ്ഥാനമില്ല. ഇത്തരം സ്ത്രീകളുടെയെല്ലാം ഉദ്ദേശം എന്താണെന്ന് ഇവരുടെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും.